അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മുടെ കിച്ചൺ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ആക്കുന്നതും അതുപോലെ അടുക്കി വെക്കുന്ന ഓർഗനൈസ് ചെയ്യുന്നതും എന്നുള്ളത് ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുക്കി പെറുക്കി വെക്കലും വൃത്തിയാക്കലും വളരെ വിഷമമാണ്. എന്നും ചെയ്താലും അത് ചിലപ്പോൾ ഒരു ദിവസം വിട്ടുപോയാൽ വളരെ അഴുക്കായ പോലെ തോന്നും. എണ്ണമെഴുക്കാണ് ഏറ്റവും പ്രശ്നം. എല്ലായിടത്തും തെറിച്ചും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്നും സോപ്പ്, അതായത് പാത്രം കഴുകുന്ന സോപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ അതുകൊണ്ടാണ് ക്ലീൻ ആക്കൽ കേട്ടോ. വളരെ ബുദ്ധിമുട്ടുള്ള അഴുക്കൊക്കെ ആണെങ്കിൽ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കും. അത് പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിഭാഗത്ത് വലിയ പാത്രങ്ങളോ അതുപോലെ വലിയ കവറ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ വെക്കൽ കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് അഴുക്കായിട്ടുണ്ട്. അത് ഈ സോപ്പ് ലൈന് തേച്ചിട്ട് 5 മിനിറ്റിന് ശേഷം അത് തുടച്ചെടുത്താൽ ക്ലീൻ ആകും. അതുപോലെ തന്നെ ആദ്യം നമുക്ക് മേലിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെ ടൈൽസും ഒക്കെ ഇവിടെ നമ്മൾ ക്ലീനാക്കാൻ സോപ്പ് തേച്ച് വെച്ചതിന് ശേഷം ഞാൻ മേലെ ഭാഗമൊക്കെ സോപ്പ് തേച്ച് പിടിപ്പിച്ചിരുന്നു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ കണ്ടെയ്നറിലൊക്കെ ഏതിലൊക്കെ ബോക്സിലൊക്കെ നമ്മൾക്ക് മാറ്റിയതിന് ശേഷം ചിലത് മാറ്റാതെ ആ കവറിൽ തന്നെയാണ് ഞാൻ വെക്കൽ. അപ്പോൾ ആ ക്ലിപ്പാണ് യൂസ് ചെയ്യൽ കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ പരിപ്പ്, ചായപ്പൊടി, പഞ്ചസാരയൊക്കെ എനിക്ക് കൈയെത്തുന്ന ദൂരത്താണ് വെക്കൽ കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റൗവിൻ്റെ അടുത്ത് കിട്ടുന്ന ആ ഷെൽഫിലാണ് ഞാനങ്ങനെ വെക്കാറുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ കണ്ടെയ്നറൊക്കെ ബോട്ടിൽസൊക്കെ താഴത്തോട്ട് എടുത്ത് വെക്കാം. അതിന് ശേഷമല്ലേ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഒരു ബോക്സ്, അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണും, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓരോന്നിൻ്റെയും ഉണ്ട്, ചിമ്മിനി ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബോക്സൊക്കെ താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് സോപ്പ് ലൈന് തന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലെയർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതും വളരെ അഴുക്കായിട്ടുണ്ട്. ചായപ്പൊടിയൊക്കെ വീണിട്ടാണ്. നമ്മൾ നിരന്തരം യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ അഴുക്കാവാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം ഈ ഷെൽഫൊന്ന് സോപ്പിൻ്റെ വെള്ളം കൊണ്ടൊന്ന് തുടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല തുണി വെച്ചിട്ട് തുടച്ചാൽ അവിടെ നല്ല ക്ലീനായി കിട്ടും. അവിടെ ഉണങ്ങിയതിന് ശേഷം പിന്നെ ആ ലെയർ ഒന്ന് അവിടെ വിരിച്ചു കൊടുക്കാം. അതിനുശേഷം പഴയ പോലെ തന്നെ നമുക്ക് ബോട്ടിലുകൾ എടുത്ത് തിരിച്ചു വെക്കാം. ഈ ബോക്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ബോക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അലങ്കാരമൊക്കെ ചെയ്യാം. നല്ല കടലാസൊക്കെ ഒട്ടിച്ചാൽ നല്ല സുന്ദരമായിട്ടിരിക്കും. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ട് വെറും ബോക്സാണ് അവിടെ വെച്ചിരിക്കുന്നത്. താഴെയും മേലെയും സൈഡിലൊക്കെ നമുക്കപ്പം ധാരാളം സാധനങ്ങൾ ആ കുഞ്ഞു സ്ഥലത്ത് തന്നെ അടുക്കാനുള്ള സ്ഥലം കിട്ടും. അതുപോലെ ഇങ്ങനെ പേരെഴുതിയത് ഷുഗർ, ടീ, കോഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബോട്ടിലുകൾ മേടിക്കാൻ തന്നെ കിട്ടും. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനെ ഇല്ലാത്തവർ നമുക്ക് ലേബൽ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന്, ഇപ്പം നമുക്ക് പനി പിടിച്ചോ മറ്റോ കിടപ്പിലായാൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ പെട്ടെന്ന് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ലേബൽ ചെയ്ത് അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. സോപ്പ് വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കുക. അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്ത നല്ല തിളക്കമുള്ള ആ പഴയ അടുക്കള നമുക്ക് കിട്ടും. കണ്ടില്ലേ, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഗ്ലാസ്സുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മൈക്രോ ഫൈബർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ടൈൽസൊക്കെ മിനുമിനാന്നായിട്ടുണ്ടല്ലേ. പിന്നെ ചിമ്മിനി ക്ലീനിങ്ങിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് കയറി കാണുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ആക്കാനുള്ള. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഇതിനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു മൂലയ്ക്ക് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഒന്നെടുത്ത് മാറ്റി വെക്കാം. സ്റ്റൗവിൻ്റെ സ്റ്റാൻഡും എല്ലാം മാറ്റി വെക്കാം. ആദ്യം സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാം. സോപ്പ് ലൈന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കടുത്ത കറകളാണെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 1 by 1 ആയിട്ടോ നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും സോപ്പിൻ്റെ ലായനി കൊണ്ട് തുടച്ചു. അതിന് ശേഷം കുറച്ച് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് എണ്ണമെഴുക്കുണ്ട്, അത് പോകാൻ ബെസ്റ്റ് വിനാഗിരി തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഭാഗവും തുടക്കുകയാണ്. നമ്മുടെ സ്റ്റവിൻ്റെ ബർണർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ പൊടിയും കരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് നമുക്ക് ആ തുണി വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാം. ഇല്ലെങ്കിൽ വിട്ടേക്കൂ. എല്ലാ ആഴ്ചയും നമ്മളത് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതാണല്ലോ.
അപ്പോൾ എന്നും നമ്മൾ തുടക്കണ പോലെയല്ല, ആഴ്ചയിൽ ഒരിക്കൽ തുടക്കുമ്പോൾ ഒന്ന് ശരിയായിട്ട് തുടക്കും. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ കൗണ്ടർ ടോപ്പിൽ സോപ്പ് തേച്ചിട്ട് അതും ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നനഞ്ഞ തുണി കൊണ്ട് തുടക്കുക, പിന്നെ ഉണങ്ങിയ തുണി വെച്ച് തുടക്കുക. അങ്ങനെയാണ് കേട്ടോ. സ്റ്റൗവിൻ്റെ അടിയിലും ചിലപ്പോഴൊക്കെ ചായ തൂകിയിട്ടോ പാല് തിളച്ചിട്ടോ ചെറിയ അശ്രദ്ധ മതിയല്ലോ, പാല് തൂകിപ്പോകാം. പിന്നെ കുക്കറുകളൊക്കെ ഉണ്ട് പാല് തൂകിപ്പോകാത്ത രീതിയിൽ വെക്കാനുള്ളത്. ഞാനത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആരെങ്കിലും യൂസ് ചെയ്താൽ അവർക്ക് അറിയില്ലല്ലോ തൂകിപ്പോകുന്ന കാര്യം. അപ്പോൾ അങ്ങനെ സ്റ്റൗവിൻ്റെ അടിയിൽ ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ കൂടി ചിലപ്പം വല്ല കടുകിൻ്റെയോ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ എന്നും ക്ലീനാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കോക്രോച്ചസ് കൂടും. ഓരോ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഒരു ഭാഗം ക്ലീനായി. ഇനിയിപ്പോൾ ഈ ഓവൻ്റെ സൈഡൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. ഓവൻ നീക്കി വെക്കാൻ ഞാൻ ഓവൻ്റെ അടിയിൽ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. എല്ലാം ക്ലീനാക്കി കഴിയുമ്പോൾ കണ്ടില്ല, അടിഭാഗം നമുക്ക് ചിലപ്പോൾ വിട്ടുപോകുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ള സൈഡ്. അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്മാച്ചിങ് പോലെയാണ്. അപ്പോൾ അതും നമുക്ക് ക്ലീനാക്കി വെക്കാം. മേൽഭാഗവും അടിഭാഗവും ഇടയ്ക്കൊക്കെ ഉണ്ടാകും, അത് വിട്ടു പോകരുത്. പിന്നെ പാത്രം കഴുകുന്നതല്ലേ സിങ്ക്, പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്, സിങ്ക് ക്ലീനിങ്ങും പാത്രം ക്ലീനിങ്ങിൻ്റെ ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഇട്ട് തരാം. ഏറ്റവും അവസാനം വേണം നമ്മൾ തൂത്തുവാരി തുടച്ചെടുക്കാൻ. എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്ത പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അടുക്കള തിളങ്ങുന്നുണ്ടല്ലേ, പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. കൊച്ചടുക്കളയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി അടുക്കി പെറുക്കി വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. എങ്കിലും ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അവിടെ നമുക്ക് ചെറിയ ഷെൽഫ് വേണമെങ്കിൽ പിടിപ്പിക്കാം. കോർണർ ഷെൽഫുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബോക്സ് വെച്ചിട്ട് ചെറിയ ഷെൽഫുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുമല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടെയ്നറുകൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊരു ഐഡിയ പറഞ്ഞു തരാം. അതിൽ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നല്ലൊരു ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ, കുട്ടി സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്കെയിലെടുക്കുക, നമ്മളെ അളവിന് മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കത്തി ചൂടാക്കിയിട്ടോ അങ്ങനെ ചൂടാക്കി മുറിക്കാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം വരയ്ക്കുക, എന്നിട്ട് ഞാനിവിടെ കത്തിയാണ് വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് മുറിഞ്ഞു കിട്ടും. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് പാകത്തിന് മുറിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ചെറിയ പ്ലേറ്റൊക്കെ വെക്കാനാണ് ഇത് എടുക്കുന്നത്. ഒരു 10-15 പ്ലേറ്റ് നമുക്കിങ്ങനെ 3 റാക്കിലായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. വലിയ പാത്രങ്ങൾ വെക്കാൻ കുറച്ചും കൂടി താഴത്തോട്ട് മുറിക്കേണ്ടതായിട്ട് വരും. ഈ ഭാഗത്ത് നമുക്ക് സ്പൂണുകളും കയ്യിലുകളൊക്കെ ഇറക്കി വെക്കാം. അങ്ങനെ കുറേ യൂസ് ഉണ്ട് ഇതുകൊണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ 2-3 പ്ലേറ്റ് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി പ്ലേറ്റുകളും സ്പൂണുകളൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വെളിച്ചെണ്ണ മേടിച്ചതായിരുന്നു. ചൂടുവെള്ളം കൊണ്ട് കഴുകിയാൽ വെളിച്ചെണ്ണയൊക്കെ പോയിട്ട് ക്യാന് സുന്ദരമായിട്ടുണ്ടാവും, ക്ലീനായി കിട്ടും. വലിയ പ്ലേറ്റുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ കുറച്ച് താഴത്തോട്ട് ഇറക്കിയിട്ട് മുറിക്കുകയാണെങ്കിൽ വലിയ പ്ലേറ്റ് നന്നായിട്ട് ഇതിൽ നിൽക്കുന്നതാണ്. എനിക്ക് വലിയ പ്ലേറ്റ് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ചെറുത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കും കൂടി യൂസ് അല്ലേ, അതുകൊണ്ടാണ് വീഡിയോയിലും കൂടി കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒത്തിരി പ്ലേറ്റുകൾ നമുക്കിതിൽ വെക്കാവുന്നതേ ഉള്ളൂ. ആ മൂലയ്ക്ക് വെച്ചാൽ ആരും കാണില്ല. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഓവൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ പണി തീർന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു അടുക്കള ഇങ്ങനെ ക്ലീനായി അടുക്കി പെറുക്കിയൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുക്കളയും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല വൃത്തിയായ ഒരു അടുക്കളയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, കമൻറ്റ് തീർച്ചയായിട്ടും തരണം, ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. Thank you for watching my video.